ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള വീഡിയോയിൽ ഇക്കാൻ്റെ അനിയൻ്റെ വൈഫും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെങ്ങളുടെ മോളൊക്കെ ഇവിടെ ഒരു 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ മോളുടെ ഫാത്തിൻ്റെ ബർത്ത്ഡേൻ്റെ ആ ഒരു സമയത്തായിരുന്നു. അങ്ങനെ പുറത്ത് മുറ്റടിക്കലും വെള്ളം നനക്കലൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയും മസാലക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അന്ന് വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു സമയത്താണ് തോന്നിയത് വീഡിയോ എടുത്തേക്കാം. അങ്ങനെ എടുത്തതാണ്. എന്നാലും ഫുള്ളാക്കാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ആ ഒരു ക്യാമറയൊക്കെ വെച്ച് നടക്കുന്ന ആ ഒരു സമയം നമുക്ക് അത്ര ടൈം പോകുന്നതാണ് കേട്ടോ മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിടുക. അപ്പോൾ ഉച്ചയ്ക്ക് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അവരും ജോലികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേഗം ജോലികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകലും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ റൈസൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ്, വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, തിരക്കിൻ്റെ ഇടയിൽ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതാണ്. എടുത്ത ആ ക്ലിപ്പ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പോലെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി ഇടുന്നതാണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ആളാണ് കേട്ടോ. ഹായ എന്നാണ് പേര്. അവൾ ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. കൈ കൊട്ടാൻ പറയുമ്പോൾ കൊട്ടുന്നുണ്ട് കേട്ടോ. മന്തിക്കുള്ള റൈസൊക്കെ ഒന്ന് കഴുകി കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് അതൊന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ കാണിക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയായിരുന്നു. നന്നായിട്ട് ആ ഒരു നല്ല സോഫ്റ്റ്നെസ്സോട് കൂടി ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ഈ വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്തതിൽ ഇപ്പം ഭയങ്കര ഒരു സങ്കടം തോന്നുന്നു കേട്ടോ. എന്തോ ചെറിയൊരു മടി കാരണമായിരുന്നു അന്ന് അത് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അലക്കാൻ ഇടുന്നുണ്ട്. പിന്നെ മന്തി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ മോളുടെ ബർത്ത്ഡേന് അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരും കേട്ടോ. സോങ് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ കോസ്റ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് നല്ല നല്ല കമൻസൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പം ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് 1/2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഒരു 2 മീറ്റർ എടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ് കൊടുത്തോണ്ട് കേട്ടോ അത്ര മെറ്റീരിയൽ ആവശ്യമായിട്ട് വന്നത്. എന്നാലും ചെറിയ കോസ്റ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം കേട്ടോ. സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട്, നടക്കുമെന്ന് അറിയില്ല. ആ സമയത്ത് ഞാൻ നിങ്ങളെ എന്തായാലും അറിയിക്കും കേട്ടോ. പിന്നെ മോളുണ്ടായ ഒരു ദിവസമില്ലേ, എപ്പോഴും ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത് നോക്കോട്ടെ. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അത്. ഭയങ്കര സന്തോഷം തോന്നിയിട്ടില്ല. ലൈഫിലെ ഏറ്റവും നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു. ഒരു 9 വർഷത്തിന് ശേഷം എൻ്റെ കയ്യിലേക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ നമുക്കൊരു പെൺകുഞ്ഞിനെ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. എപ്പോഴെപ്പോഴും ഓർക്കുമ്പോൾ രണ്ടാൾക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കാര്യങ്ങൾ പറയും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂത്ത കുട്ടി ഉണ്ടാകുന്ന സമയത്തായിരിക്കില്ല ഏറ്റവും സന്തോഷം ഉണ്ടാവുക. പക്ഷേ അതിനേക്കാളും സന്തോഷം എനിക്ക് മോളുണ്ടായപ്പോഴുണ്ടായി. കാരണം മൂത്താളുണ്ടാകുന്ന സമയത്ത് എനിക്കൊരു 16 വയസ്സ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പാവയെ കിട്ടിയ ഒരു ഫീല് മാത്രം. ഇത് പക്ഷേ ഞാൻ അറിഞ്ഞ് അത്രയും ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതാണ് എൻ്റെ മോളെ. പ്രഗ്നൻ്റ് ആയത് തൊട്ട് ബഷീർക്ക് എപ്പോഴും പറയും മോളായിരിക്കും, നീ കണ്ടോ എന്തായാലും മോളായിരിക്കും എന്ന് പറയും കേട്ടോ. പക്ഷെ ഞാൻ മോളാവണം ദുആ ചെയ്തെങ്കിലും ഞാൻ പറയാറുള്ളത് ആണായിരിക്കും. കാരണം നമ്മൾ കുറേ അങ്ങ് പ്രതീക്ഷിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പം അല്ലാതെ വന്നാൽ എനിക്ക് വല്ലാണ്ട് നിരാശ എനിക്കത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ആണായിരിക്കും. അത് മനസ്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആണാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ പാകപ്പെടുത്തിയിട്ട് എടുത്തതായിരുന്നു മനസ്സ്. പക്ഷെ പെണ്ണായതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പറയുക, അത്ര തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ആ ഒരു ഇതിലൂടെ കടന്നുപോയ എല്ലാവർക്കും മനസ്സിലാവും ആ കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ മന്തി റെഡിയായി, എല്ലാവർക്കും വിളമ്പി കൊടുക്കട്ടെ. നല്ല ടൈമായിട്ടോ. ഇപ്പോൾ ഏകദേശം 2 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ മക്കളെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആഗ്രഹിക്കാതെ നമ്മൾ
പോസിറ്റീവ് മാത്രം ചിന്തിച്ചിട്ട് അതിൽ ചിലപ്പോൾ നെഗറ്റീവാണ് വന്നതെങ്കിൽ നമ്മളത് കൂടുതൽ തളർത്തോട്ടാ, അങ്ങനെയാണ്. അപ്പോൾ അത് എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ ചെറിയൊരു ബിസിനസ് ആണെങ്കിലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിന് ഒരുപാട് ഞാൻ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കയ്യിൽ കിട്ടുമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അതിൻ്റെ നേരെ നെഗറ്റീവ് വശം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് അഥവാ നമുക്കത് അങ്ങനെയാണ് വന്നതെങ്കിലും നമ്മളത് അത്ര ബാധിക്കില്ല, അങ്ങനെയാണ്. പിന്നെ അന്ന് രാത്രി നമ്മൾ പുറത്ത് പോയിട്ടാ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി. ഇവിടെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്, അവിടേക്ക് പോയതാണ്. അപ്പോൾ ചെറുതായിട്ട് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്